നമ്മൾ വീണ്ടും കുറച്ച് നെയ്യ് ആഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫ്ലേവർ കിട്ടാനായിട്ടാണ്. നമ്മൾ ഈ അരച്ച വെച്ച ബാറ്ററിലോട്ട് നമ്മൾ തേങ്ങാക്കൊത്തും എള്ളും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് തുടങ്ങുവാണ്. ഓക്കെ, അപ്പൊ അതിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് പച്ചരി കുതിർത്തി വെച്ചത് 2 മണിക്കൂറോളം നമ്മൾ കുതിർത്തി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള മാമ്പഴം, പിന്നെ എള്ള്, തേങ്ങാക്കൊത്ത്, പിന്നെ ശർക്കര പാവ് കാച്ചി, അതിലാണ് നമ്മൾ ഇത് അരച്ചെടുത്തേക്കുന്നത്. അതിലാണ് നമ്മൾ ഈ ബാറ്റർ അരച്ചെടുത്തിരിക്കുന്നത്. പിന്നെ നെയ്യ്, ഏലക്ക, ഇത്രയാണ് അല്ലേ? അതെ അതെ. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിപ്പം അരച്ചു വെച്ചേക്കുന്ന ബാറ്റർ ഉണ്ണിയപ്പം ചട്ടിയിൽ ഒഴിച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം. എണ്ണ നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. അതെ അതെ. അതിലേക്ക് കുറച്ച് 1 സ്പൂൺ മാവെടുത്ത് നമ്മൾ അതിലേക്ക് ഒഴിച്ചു. ഒരുപാട് നിറഞ്ഞു കഴിഞ്ഞാൽ ചെറു തീയില ഇത് വേവിച്ചെടുക്കാവോ, അല്ലെങ്കിൽ ഇതിന്റെ അകം വേവത്തില്ല. അതിങ്ങനെ പൊന്തി വരുന്നുണ്ട്. നമ്മൾ എണ്ണയിലോട്ട് ഒഴിക്കുമ്പോൾ കുറച്ച് മാവേ ഒഴിച്ചിട്ടുള്ളൂ, പക്ഷെ അതിങ്ങനെ